ഇപ്പോഴാണ് കോട്ട തികഞ്ഞത്. മോനും പെട്ടു. അച്ഛനും മക്കളും ഒരുപോലെ പെരും കള്ളന്മാരായ വേറെ ഒരു കുടുംബത്തെ കേരളത്തിൽ കാണിച്ചു തരാമോ? നല്ല 916 തിരുട്ടു ഫാമിലി. മറ്റാരുമല്ല, മുഖ്യനും മക്കളും തന്നെ. ഇത്രയും പേരുദോഷം കേൾപ്പിച്ച, ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ട, ജനങ്ങളെ ദ്രോഹിച്ചൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടോ? കുറച്ചു പ്രായമായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചു പറ, പിണറായി വിജയനാണോ കമ്മ്യൂണിസം? ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയ കമ്മ്യൂണിസം? പിണറായി സ്തുതി കൊണ്ടോ ക്യാപ്സ്യൂള് കൊണ്ടോ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഇപ്പോൾ പുതിയ വിവാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു എന്ന വാർത്തയാണ്. ഈ വാർത്ത രാഷ്ട്രീയ കേരളത്തിലെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റാനുള്ള ആംബിയർ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടോ എന്ന് ഇനി അറിയാനുള്ളൂ. ഇതിപ്പോൾ എത്ര അഴിമതികൾ പുറത്തു വന്നു? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ പ്രതിപക്ഷം എന്തു ചെയ്തു? മുഖ്യന്റെ ഒരു അഴിമതി പുറത്തു വന്നാൽ ഉടൻ തന്നെ ന്യായീകരിക്കാൻ പിണറായി ഭക്തർ ഇറങ്ങും. അത് കണ്ടു പേടിച്ച് പ്രതിപക്ഷം മാളത്തിൽ കയറും. ഇതിപ്പോൾ എത്ര തവണയായി ഇങ്ങനെ? എന്തായാലും അഴിമതിയിൽ മുഖ്യനെ താങ്ങിപ്പിടിക്കുന്ന ഭക്തരെ നോക്കിവെച്ചോ. അവർക്കും അതിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് അവർ പറയാതെ പറയുന്നത്. കോഴിയെ കട്ടവന്റെ തലയിൽ പൂട കാണുമെന്ന് പറഞ്ഞ പോലെ. ഇത്തവണ ഇ.ഡി. സമൻസ് അയച്ചിരിക്കുന്നത് നേരെ ക്ലിഫ് ഹൗസിലേക്കാണ്. കള്ളപ്പണം വെളുക്കിക്കൽ നിരോധന നിയമം PMLA അനുസരിച്ചാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ഈ രേഖയുടെ ആധികാരികത ഇ.ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2023-ൽ ഇ.ഡി. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന വിലാസത്തിൽ ഔദ്യോഗികമായി സമൻസ് അയക്കുകയായിരുന്നു. ലൈഫ് മിഷൻ അഴിമതിക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ പടിവാതിൽക്കൽ എത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമൻസിന്റെ സമയക്രമമാണ് രണ്ടാമത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. വിവേക് കിരണനോട് ഇ.വിന്റെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട തീയതി 2023 ഫെബ്രുവരി 14 ഇതേ കേസിൽ 3 ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തതും അതേ ദിവസം രാത്രിയിലായിരുന്നു. ഈ സമയത്തിലെ അസാധാരണമായ പൊരുത്തം സൂചിപ്പിക്കുന്നത് ലൈഫ് മിഷൻ കേസിൽ ഇവർ രണ്ടുപേരും തമ്മിൽ നേരിട്ടുള്ളൊരു ബന്ധം ഇ.ഡി. അന്വേഷിച്ചിരുന്നു എന്നാണ്. അഴിമതിയിലൂടെ സമ്പാദിച്ച കള്ളപ്പണമൊക്കെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കണ്ടേ? വിവേക് കിരണം അതേ ചെയ്തുള്ളൂ. ഈ സംഭവത്തിലെ ഏറ്റവും ദുരൂഹമായ ഭാഗം ഇതാണ്. 2023 ഫെബ്രുവരി 14 ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് ലഭിച്ചെങ്കിലും വിവേക് കിരൺ ഇ.ഡിക്ക് മുന്നിൽ ഹാജരായില്ല. അതിനുശേഷം ഇ.ഡി. എന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് പൊതുവായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇ.ഡി. UAE അധികൃതരിൽ നിന്ന് തേടിയിരുന്നതായി സൂചനകളുണ്ടെങ്കിലും ആ അന്വേഷണത്തിന്റെ ഫലം എന്തായി എന്നും വ്യക്തമല്ല. സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാതിരുന്നിട്ടും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. മുഖ്യനെ സംരക്ഷിക്കാനുള്ള ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്ന സുരേഷിന്റെ വക അടുത്ത പാര. 2018-ൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് UAE കോൺസുൽ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്യാപ്റ്റൻ അഥവാ മുഖ്യമന്ത്രി തന്റെ മകനായ വിവേകിനെ പരിചയപ്പെടുത്തുകയും UAE-ൽ ഒരു നക്ഷത്ര ഹോട്ടൽ വാങ്ങാൻ സഹായിക്കണമെന്നും കോൺസുൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് സ്വപ്നയുടെ ആരോപണം. സ്വപ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 2018-ൽ ഞാനും പഴയ ബോസായ UAE കോൺസുൽ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കോൺസുൽ ജനറലിന് പരിചയപ്പെടുത്തി. മകൻ UAE-ൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അവന് UAE-ൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസുൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ ഈ കേസിന്റെ സ്വഭാവം മാറുകയാണ്. ഇത് ലൈഫ് മിഷനിലെ കമ്മീഷൻ ഇടപാടിന്റെ മാത്രം വിഷയമല്ലാതായി. മുഖ്യമന്ത്രി തന്റെ പദവി ദുരുപയോഗം ചെയ്ത് മകന് വിദേശത്ത് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിച്ചുവെന്നത് അതീവ ഗുരുതര ആരോപണമാണ്. ഇനി കമ്മ്യൂണിസ്റ്റുകാരോടൊരു വാക്ക്. കമ്മ്യൂണിസത്തെ തകർക്കാൻ ബൂർഷ്വാ മുതലാളിത്ത സംവിധാനങ്ങൾക്ക് കഴിയില്ല. അതിന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വിചാരിക്കണം. പിണറായി വിജയനും ഭക്തരുമായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമഗാനം പാടുക. എന്തായാലും ശബരിമല അയ്യപ്പ സംഗമം നടത്തി ചോറും സാമ്പാറും വിളമ്പിയിട്ടൊന്നും അയ്യപ്പ ശാപം പോയില്ല എന്ന് മനസ്സിലായല്ലോ. സ്വാമി ശരണം.